ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസസ് ഓഫ് ഓറൽ ആൻഡ് പാര ഓറൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചാണ്. എൻ്റെ പേര് ഡോക്ടർ എലിസബത്ത് സോജിൻ. ലേൺ വിത്ത് മീയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെക്സ്റ്റ് ബുക്ക് റെഫറൻസ് ടെക്സ്റ്റ് ബുക്ക് ഷേഫേഴ്സ് ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഓറൽ പാത്തോളജി 8th എഡിഷനാണ്. നിങ്ങളുടെ കയ്യിൽ ആ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ അതോടൊപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ റെഫർ ചെയ്യുകയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. എന്നാൽ നമുക്ക് പ്രസൻറ്റേഷനിലേക്ക് പോകാം. ആദ്യം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസസ് ഓഫ് ദ ജോസിനെ കുറിച്ചാണ്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഞാൻ യെല്ലോ ഇങ്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. പ്രീവിയസ് MCQs ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് യെല്ലോ പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ യെല്ലോയിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കമ്മിങ് ഓൺ ടു എഗ്നാത്തിയ, അതാണ് ഫസ്റ്റ് ടോപ്പിക്. എഗ്നാത്തിയ എന്ന് അതർവൈസ് നോൺ ആസ് ഓട്ടോസെഫാലി ഓർ ഹോളോ പ്രോസെൻസെഫാലി എഗ്നാത്തിയ എന്നും അതറിയപ്പെടും. ആ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുക. പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദർ ഇസ് ആബ്സെൻസ് ഓഫ് മാക്സില അല്ലെങ്കിൽ മാൻഡിബിൾ. ഒരു പോർഷൻ ഓഫ് മാക്സില അല്ലെങ്കിൽ മാൻഡിബിൾ മിസ്സിംഗ് ആയിരിക്കും. വിത്തൗട്ട് മാൻഡിബിൾ ഓർ മാക്സില വിച്ച് ഇസ് ആ ഓട്ടോസോമൽ റെസസീവ് ആയിട്ടുള്ള ഡിസോർഡറാണിത്. ഹെറിഡിറ്ററി ആണ്, ഓട്ടോസോമൽ റെസസീവ് ആണ്. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ റീസൺ വൈ ഇറ്റ് ഹാപ്പൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഫെയിലിയർ ഓഫ് മൈഗ്രേഷൻ ഓഫ് ന്യൂറൽ ക്രെസ്റ്റ് മീസെൻകൈം ഇൻ ടു ദ മാക്സിലറി പ്രോമിനൻസ് അറ്റ് ദ 4th to the 5th week of gestation. 4th and 5th week of gestationലാണ് ന്യൂറൽ ക്രെസ്റ്റ് മീസെൻകൈം മൈഗ്രേറ്റ് ചെയ്തിട്ട് മാക്സിലറി പ്രോസസ്സിലേക്കും അതുപോലെ തന്നെ മാൻഡിബുലാർ പ്രോസസ്സിലേക്കും ഡെവലപ്മെൻറ്റ് ഓഫ് ഫേസിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. എന്നാൽ എഗ്നാത്തിയ എന്ന ഡിസ്റ്റർബൻസ് ഡെവലപ്മെൻറ്റൽ അനോമലിയിൽ ഇത് സംഭവിക്കുന്നില്ല. നിങ്ങളത് പ്രത്യേകം മനസ്സിലാക്കുക. എഗ്നാത്തിയയിൽ ഇത് സംഭവിക്കുന്നില്ല. മൈക്രോനാത്തിയ എന്ന് പറഞ്ഞാൽ മൈക്രോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ ആണ്. സ്മോൾ മാക്സില അല്ലെങ്കിൽ മാൻഡിബിൾ. ഒരു പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമുക്ക് ആ പേഷ്യൻറ്റിൻ്റെ മാക്സിലയോ മാൻഡിബിളോ റിലേറ്റീവ്ലി സ്മോളായി അനുഭവപ്പെടാം. അത് ഐദർ ഇറ്റ് ക്യാൻ ബി കൺജനൈറ്റൽ, ബൈ ബർത്ത് ആ പേഷ്യൻ്റ് അങ്ങനെയായിരിക്കാം, അല്ലെങ്കിൽ അക്വയർഡ് ആയിരിക്കാം. കൺജനൈറ്റൽ എന്ന് പറയുന്നത് മാക്സില മിഡിൽ തേർഡ് ഓഫ് ദ ഫേസ് റീട്രാക്റ്റഡ് ആയിട്ട് കാണപ്പെടും. അതായത് മാക്സിലറി ഏരിയയിൽ പ്രീ മാക്സിലറി ഏരിയ ഡെഫിഷ്യൻ്റ് ആകുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിൻ്റെ മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് ഉണ്ടാവാൻ ചാൻസസ് വളരെ ഹൈ ആണ്. കമ്മിങ് ഓൺ ടു മാൻഡിബിൾ. കൺജനൈറ്റലി മാൻഡിബിൾ ആണ് മൈക്രോനാത്തിയ, അതായത് ചെറിയ സൈസ് ഉള്ളത് എങ്കിൽ ഇറ്റ് ഈസ് ഡ്യൂ ടു സിവിയർ റിട്രൂഷൻ ഓഫ് ദ ചിൻ. അതുപോലെ തന്നെ സ്റ്റീപ്പ് മാൻഡിബുലാർ ആംഗിൾ ആൻഡ് ഡെഫിഷ്യൻറ്റ് ചിൻ ബട്ടൺ ആയിരിക്കും ഇതിൻ്റെ ക്ലാസിക്കൽ ഫീച്ചേഴ്സ്. ആ ഡയഗ്രാംസിൽ ക്ലിയർ ആണ്. മാക്സില ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പിക്സ് കാണിക്കുന്നത് പ്രീ മാക്സിലറി ഏരിയ റീട്രാക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസ് ആണ്. അതുപോലെ തന്നെ സെക്കൻഡ് പിക്ക് കാണിക്കുന്നത് മൗത്ത് ബ്രീത്തിങ് ഹാബിറ്റ് ആണ്, അതിൻ്റെ ക്ലിനിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അതുപോലെ തന്നെ മാൻഡിബിളിൻ്റെ ഡെഫിഷ്യൻസിയിൽ വരുന്നതാണ് സിവിയർ റിട്രൂഷൻ ഓഫ് ദ ചിൻ, സ്റ്റീപ്പ് മാൻഡിബുലാർ ആംഗിൾ ആൻഡ് ഡെഫിഷ്യൻറ്റ് ചിൻ ബട്ടൺ. ഏതൊക്കെ ഡിസീസസ് ആയിട്ടാണ് ഇത് അസോസിയേറ്റഡ്? മെയിൻലി ഇൻ കേസസ് ഓഫ് കൺജനൈറ്റൽ ഹാർട്ട് ഡിസീസസ് ആൻഡ് പേരി റോബിൻ സിൻഡ്രോം. പേരി റോബിൻ സിൻഡ്രോം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പിക്ചർ നിങ്ങൾ മനസ്സിലോർക്കുക. എക്വയർഡ് ടൈപ്പ് ഓഫ് മൈക്രോനാത്തിയ എന്ന് പറയുന്നത് ആഫ്റ്റർ ബർത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഡെലിവറിക്ക് ശേഷം ട്രോമ ഓർ ഇൻഫെക്ഷൻ മൂലം ഉണ്ടാകുന്ന ആങ്കൈലോസിസ് ഓഫ് ദ TMG. ആങ്കൈലോസിസ് ഓഫ് TMG സംഭവിക്കും ഡ്യൂ ടു ട്രോമ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ മൂലം. അപ്പോൾ ദർ ഇസ് നോ ഡെവലപ്മെൻറ്റ് ഓഫ് മാൻഡിബിൾ അല്ലെങ്കിൽ മാക്സില. അങ്ങനെയാണത് എക്വയർഡ് ആയിട്ട് വരുന്നത്. പേരി റോബിൻ സിൻഡ്രോം ഞാൻ മുന്നേ പറഞ്ഞു. പേരി റോബിൻ സിൻഡ്രോം ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണ് എല്ലാ ക്വസ്റ്റ്യൻ എക്സാമിനേഴ്സിൻ്റെയും. പേരി റോബിൻ സിൻഡ്രോമിൻ്റെ ക്ലാസിക്കൽ ട്രയാഡാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. മൈക്രോനാത്തിയ നേരത്തെ പറഞ്ഞു. മൈക്രോനാത്തിയ എന്താണ്? മാക്സില അല്ലെങ്കിൽ മാൻഡിബിൾ ചെറിയ ഇതായിരിക്കും, മൈക്രോനാത്തിയയിൽ ചെറുതായിരിക്കും. ഇവിടെ പേരി റോബിൻ സിൻഡ്രോമിൽ നിങ്ങൾക്ക് കാണാം മാൻഡിബിൾ ആണ് ചെറിയ സൈസിൽ കാണപ്പെടുന്നത്. ഗ്ലോസോപ്ടോസിസ്, ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ടങ്ങിനെയാണ് ഗ്ലോസോപ്ടോസിസ് എന്ന് പറയാം. ഇവിടെ മാൻഡിബിളിൻ്റെ ഡെവലപ്മെൻറ്റ് തീരെയില്ല. അപ്പോൾ പേഷ്യൻ്റെ ടങ്ക് ഫ്ലോർ ഓഫ് ദ മൗത്തിലേക്ക് കൂടുതൽ ആയിരിക്കും പ്ലേസ്ഡ് ആയിരിക്കുക. അതിനെയാണ് ഗ്ലോസോപ്ടോസിസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ ഇസ് യു ഹാവ് നിയോനീറ്റ്സ് വിത്ത് എയർവേ ഒബ്സ്ട്രക്ഷൻ, ഫീഡിങ് ഡിഫിക്കൽട്ടി ആൻഡ് ബേർഡ് ഫേസ്. ബേർഡ് ഫേസ് നല്ലോണം ഓർത്ത് വയ്ക്കുക. ബേർഡ് ഫേസ് ആണ് പേരി റോബിൻ സിൻഡ്രോം. പേരി റോബിൻ സിൻഡ്രോമിൽ പേഷ്യൻ്റെ ഫേസിനെ ബേർഡ് ഫേസിനോടാണ് ഉപമിക്കുന്നത്. മാക്രോനാത്തിയ
മാക്രോനാത്തിയ എന്ന് പറഞ്ഞാൽ ലാർജർ ജോ ആണ്. മൈക്രോനാത്തിയയിൽ ചെറിയ ജോ ആണെങ്കിൽ മാക്രോയിൽ നമുക്ക് വലിയ ജോ ആണ്. ആ ഫസ്റ്റ് പേഷ്യൻ്റെ പിക്ക് നോക്കൂ നിങ്ങൾ. അവിടെ നിങ്ങൾക്ക് കാണാം മാക്സില ആസ് വെൽ ആസ് ക്രേനിയം ഹൈലി ഡെവലപ്ഡ് ആണ്, ബിഗർ ഇൻ സൈസ് ആണ്. അത് അസോസിയേറ്റ് വിത്ത് ഏത് ഡിസീസ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. പേജസ് ഡിസീസ് ഓഫ് ദ ബോൺ. ആൻഡ് സെക്കൻഡ് പിക്ചർ ഷോസ് ആക്രോമെഗാലി. ആക്രോമെഗാലി ദർ ഇസ് എ മാൻഡിബിൾ ആണ് ബിഗായിട്ട് കാണപ്പെടുന്നത്. അതുപോലെ തന്നെ ലിയോൺടിയാസിസ് ഓഷ്യ. ലിയോൺടിയാസിസ് ഓഷ്യ ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് 2-3 ചാപ്റ്ററിൽ. ഫോം ഓഫ് ഫൈബ്രസ് ഡിസ്പ്ലീസിയാണ്. ഫൈബ്രസ് ഡിസ്പ്ലീസിയ ഡിസ്കസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മൾ ലിയോൺടിയാസിസ് ഓഷ്യനെ കുറിച്ച് കൂടുതൽ പഠിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അതിൽ മാക്സില ബിഗ് ആയിരിക്കും എന്നാണ്. അപ്പോൾ ഇതിൽ റെഡിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. അത് റിപ്പീറ്റഡ്ലി ഓൾ ഇന്ത്യ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ആക്രോമെഗാലിയിൽ മാക്സിലയാണോ മാൻഡിബിളാണോ ബിഗായിട്ട് വരുന്നത്, അതുപോലെ തന്നെ ലിയോൺടിയാസിസ് ഓഷ്യയിൽ ഏതാണ് ബിഗായിട്ട് വരുന്നത്. ഇവിടെ മാക്സിലയാണ്. ക്ലാസിക്കൽ പിക്ചേഴ്സ് ഓർത്ത് വയ്ക്കുക. കമ്മിങ് ഓൺ ടു ട്രക്കിയോകോളിൻ സിൻഡ്രോം. അത് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതർവൈസ് നോൺ ആസ് മാൻഡിബുലോഫേഷ്യൽ ഡിസോസ്റ്റോസിസ്, ഫ്രാൻസിസ് ടി സ്വാലിൻ ക്ലീൻ സിൻഡ്രോം. ഞാനത് എളുപ്പത്തിന് FZK എന്നാണ് ഓർത്ത് വയ്ക്കുന്നത്. FZK സിൻഡ്രോം എന്നാണ് ഞാൻ ഓർക്കുന്ന ടിപ്പ്. ഓർ മാൻഡിബുലോഫേഷ്യൽ ഡിസോസ്റ്റോസിസ്. അത് ഏത് ടൈപ്പ് ഓഫ് ട്രേറ്റ് ആണെന്നാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഓട്ടോസോമൽ ഡോമിനൻറ്റ് ട്രേറ്റ്. അത് ഏത് ക്രോമസോമിലാണ് അറ്റാച്ച്ഡ് എന്നാണ് പിന്നത്തെ ചോദ്യം വന്നിട്ടുള്ളത്. ക്രോമസോം 5q31.3 to q33.3. അത് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ or insufficiency of TOC1 gene or neural crystals are not migrating into the developing craniofacial complex. അപ്പോൾ നിങ്ങൾക്കറിയാം ന്യൂറൽ ക്രസ്റ്റ് സെൽസ് എന്താണെന്നായിരിക്കും പലരും ഡൗട്ട് അടിക്കുന്നത്. ന്യൂറൽ ക്രസ്റ്റ് സെൽസ് എന്ന് പറയുന്നത് ദ ബേസിക് സെൽസ് ആണ്. ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ആണ് പലതരത്തിലുള്ള സെൽസുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമ്മുടെ ബോഡിയിൽ മാറുന്നത്. അത് എക്ടോഡേം, എൻഡോഡേം, മീസോഡേം എന്ന് പലതരത്തിലുള്ള സെൽസ് വരുന്നുണ്ട്. എക്ടോഡേം എന്നാണ് കൂടുതലായിട്ട് സ്കിന്ന് ഡെവലപ്പ് ചെയ്യുന്നത്. എൻഡോഡേം എന്നാണ് കണക്റ്റീവ് ടിഷ്യൂ വരുന്നത്. അതുപോലെ തന്നെ മീസോഡേം. അങ്ങനെ 3 ലെയേഴ്സ് ഉണ്ട്. അപ്പോൾ ആ 3 ലെയേഴ്സിലേക്കും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന പ്രൈമറി സെൽസാണ് ന്യൂറൽ ക്രസ്റ്റ് സെൽസ്. അതിൽ നിന്നാണ്, അതായത് നമ്മൾ പറയില്ലേ അതായത് ഏറ്റവും തലതൊട്ടപ്പൻ എന്ന് പറയില്ലേ, അത് മാതിരി. സോ ന്യൂറൽ ക്രസ്റ്റ് സെൽസ് ആർ ദ ബേസിക് സെൽസ്. സോ ദീസ് സെൽസ് ആർ നോട്ട് മൈഗ്രേറ്റിംഗ് ഇൻ ടു ദ ഡെവലപ്പിംഗ് ക്രേനിയോഫേഷ്യൽ കോംപ്ലക്സ്. അതാണ് ഈ ഡിസീസിൽ സംഭവിക്കുന്നത്. അത് ഡ്യൂ ടു ഏത് ജീനാണ് ക്വസ്റ്റ്യൻ? ഇൻസഫിഷ്യൻസി ഓഫ് TOC1 ജീൻ. ഇതിൽ പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം ഇതിൻ്റെ ട്രക്കിയോകോളിൻ സിൻഡ്രോമിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഈ ഡിസീസ് പോലെ തന്നെയുണ്ട്, പക്ഷേ ദർ ഇസ് എ സ്മോൾ ഡിഫറൻസ്. അത് വരുന്നതാണ് ഹെമിഫേഷ്യൽ മൈക്രോസോമിയ ഓർ ഓക്കുലോ വെർട്ടിബ്രൽ ഡിസ്പ്ലീസിയ ഓർ ഗോൾഡൻ ഹാർസ് സിൻഡ്രോം. ട്രക്കിയോകോളിൻ സിൻഡ്രോമിൻ്റെ ആയിട്ട് ഈ ഗോൾഡൻ ഹാർസ് സിൻഡ്രോമിൽ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നത് ട്രക്കിയോകോളിൻ ബൈലാറ്ററൽ ആണെങ്കിൽ ഈ ഗോൾഡൻ ഹാർസ് സിൻഡ്രോം യൂണിലാറ്ററൽ ആയിരിക്കും എപ്പോഴും. ഈ പിക്ചറിലേക്ക് നിങ്ങൾ നോക്കുക. ട്രക്കിയോകോളിൻ സിൻഡ്രോമിൻ്റെ ക്ലാസിക്കൽ ഫീച്ചേഴ്സ് എല്ലാം തന്നെ ക്ലിയർ ആയി നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. ട്രക്കിയോകോളിൻ സിൻഡ്രോം, ഹൈപ്പർ ടിലോറിസം. ലുക്ക് ഇൻ ടു ദ പിക്ചർ. നിങ്ങൾ നോക്കുക, ഹൈപ്പർ ടിലോറിസം കാണാം. അതുപോലെ തന്നെ ടൂത്ത് ഡെവലപ്ഡ് അല്ല, ടൂത്ത് എജനസിസ് ആൻഡ് ഡിസ്കളറേഷൻ ഉണ്ട്. ഡൗൺവേർഡ് സ്ലാൻഡിങ് ഓഫ് ദ ലോവർ പാൽപിബ്രൽ ഫിഷർ. ആ ഫിഷർ ഏരിയ ഡൗൺവേർഡ് ആയിട്ട് സ്ലാൻഡഡ് ആണ്. മാൽഫോർമേഷൻ ഓഫ് ദ എക്സ്റ്റേണൽ ഇയേഴ്സ്. പാരറ്റ് ബീക്ക് നോസ്. ട്രക്കിയോകോളിൻ സിൻഡ്രോമിൻ്റെ ഫീച്ചറാണ് പാരറ്റ് ബീക്ക് നോസ്. അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മാൻഡിബിൾ. നേരത്തെ ഞാൻ പറഞ്ഞു അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള മാൻഡിബിളാണ്. അതുപോലെ തന്നെ ഹൈപ്പോപ്ലീസിയ ഓഫ് സൈഗോമാറ്റിക് ബോൺ ആൻഡ് മാക്സില. ഇത്രയാണ് ട്രക്കിയോകോളിൻ സിൻഡ്രോമിൻ്റെ ഫീച്ചേഴ്സ്. ആൻഡ് ഈ പിക്ചർ നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഫേഷ്യൽ ഹെമി ഹൈപ്പർട്രോഫി ഓർ ഹൈപ്പർപ്ലീസിയ. ആ ഹെഡിങ് തന്നെ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഹെമി ഹൈപ്പർട്രോഫി മീൻസ് എസിമെട്രിക് ഗ്രോത്ത് ഓഫ് 1 or more ബോഡി പാർട്സ് ആണ്. ഒന്നോ അതിലധികമോ ബോഡി പാർട്സിൻ്റെ എക്സസ് ആയിട്ടുള്ള, അതായത് എസിമെട്രിക് ആയിട്ട് ഒരു ഓർഗനൈസേഷനും ഇല്ലാണ്ട് എസിമെട്രിക് ആയിട്ട് വരുന്ന ഓവർ ഗ്രോത്ത് ആണ്. സീ ദ പിക്, യു ക്യാൻ റിമെമ്പർ ഇറ്റ് വെരി ഈസിലി. ഇതിൻ്റെ ഓറൽ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് പെർമനൻറ്റ് ടീത്ത് വിൽ ബി ഡെവലപ്പിംഗ് മോർ റാപ്പിഡ്ലി ആൻഡ് ഇറപ്റ്റിംഗ് ഏർലി. അപ്പോൾ പെർമനൻറ്റ് ടീത്ത് വേഗം തന്നെ റാപ്പിഡായിട്ടും ഏർലിയർ ആയിട്ടും ഇറപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ഡെസിഡസ് ടൂത്ത് പ്രീ ഷെഡിങ് ഉണ്ടാവും എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ ഈ ഇറപ്റ്റ് ചെയ്യുന്ന പെർമനൻറ്റ് ടീത്ത് മോസ്റ്റ്ലി ഏതൊക്കെ ടീത്ത് ആണെന്നാണ് പിന്നെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. കെനൈൻ, പ്രീമോളാസ് ആൻഡ് ഫസ്റ്റ് മോളാസ് ആണ്
ഈ പർട്ടിക്കുലർ സിൻഡ്രോമിൽ വരുന്നത്. ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ഹെമി ഹൈപ്പർട്രോഫീൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആണ് ന്യൂറോഫൈബ്രമറ്റോസിസ് ആൻഡ് ഫൈബ്രസ് ഡിസ്പ്ലീസിയ. സോ ഹൗ ക്യാൻ യു ഡിഫറൻഷ്യേറ്റ്, എങ്ങനെയാണ് ഈ ഡിസീസുമായിട്ട് ഡിഫറൻഷ്യേറ്റ് വരുന്നത്? ഹെമി ഹൈപ്പർട്രോഫിയിൽ പെർമനൻറ്റ് ടൂത്തിൻ്റെ സൈസിൽ ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷേ ന്യൂറോഫൈബ്രമറ്റോസിസിനും ഫൈബ്രസ് ഡിസ്പ്ലീസിയിലും ദർ ഇസ് നോ ഇഫക്റ്റ് ഓൺ ടൂത്ത് സൈസ് ആൻഡ് റേറ്റ് ഓഫ് ഇറപ്ഷൻ. റേറ്റ് ഓഫ് ഇറപ്ഷൻ നോർമൽ ആയിട്ടായിരിക്കും ഇറപ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഫേഷ്യൽ ഹെമി എട്രോഫി മീൻസ് എന്താണ്? ഡിസീസാണ്, അതായത് ഡിസീസ്ഡ് എന്നാണ് അർത്ഥം. ഹൈപ്പർട്രോഫി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്, ഹൈ ആണ്. അപ്പോൾ ഫേഷ്യൽ ഹെമി എട്രോഫിയിൽ ഇവിടെ വരുന്നത് ഫീമെയിൽ പേഷ്യൻ്റാണ്. അപ്പോൾ ഫീമെയിൽ പേഷ്യൻസിനാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുപോലെ തന്നെ അതിന് മറ്റൊരു നെയിമാണ് പിന്നെ നമ്മൾ ചോദിക്കുക, പേരി റോംബർഗ് സിൻഡ്രോം ഓർ റോംബർഗ് സിൻഡ്രോം. Here there is progressive atrophy of some or all of the tissues on one side of the face ആണ്. ഒരു സൈഡ് മാത്രമാണ് എഫക്റ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു സൈഡ് മാത്രം എഫക്റ്റഡ് ആയിട്ട് വരുമ്പോൾ മറ്റേ സൈഡ് നോർമലാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിൻ്റെ ബൗണ്ടറി എന്താണ് അറിയപ്പെടുന്നത്? എൻ കൂബ്ഡെ സാബ്രെ ഓർ സ്ട്രൈക്ക് ഓഫ് ദ സ്വോർഡ്. അത് അങ്ങനെയാണ്, ഒരു ക്ലെഫ്റ്റ് പോലെ ആയിരിക്കും നടുഭാഗം ഉണ്ടാവുക. ഇറ്റ് വിൽ ബി എ പെയിൻലെസ് ആയിട്ടുള്ള ക്ലെഫ്റ്റ് ആയിരിക്കും. അതിനെയാണ് എൻ കൂബ്ഡെ സാബ്രെ ഓർ സ്ട്രൈക്ക് ഓഫ് ദ സ്വോർഡ് എന്നറിയപ്പെടുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. Coming on to the next portion, that is developmental disturbances of the lips and the palate. Congenital lip pits and fistulas. Congenital lip pits and fistulas. ലിപ്പ് പിറ്റ് എന്ന് തന്നെ ഓർത്താൽ മതി നിങ്ങൾ. ലിപ്പ് പിറ്റ് എന്ന് പറയുമ്പോൾ ആ പിക്ചറിലേക്ക് നോക്കുക, രണ്ട് സ്മോൾ പിറ്റ്സ് കാണുന്നില്ലേ? അത് യൂണിലാറ്ററൽ ആയിരിക്കാം, ബൈലാറ്ററൽ ആയിരിക്കാം. അതായത് സ്മോൾ ഇൻവാജിനേഷൻ ദാറ്റ് ഒക്കർ ഓൺ ദ വെർമീലിയൻ ബോർഡർ ഓഫ് ദ ലിപ്പാണ്. മോസ്റ്റ്ലി എവിടെയാണ് ലിപ്പ് പിറ്റ്സ് കാണാമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അത് ലോവർ ലിപ്പിലാണ് കമ്പയർ ടു അപ്പർ ലിപ്പ്. ഇനി ക്ലെഫ് ലിപ്പ് ആൻഡ് ക്ലെഫ് പലറ്റിനോട് ഈ ലിപ്പ് പിറ്റ്സ് അസോസിയേറ്റഡായി കാണുവാണെങ്കിൽ അതിനെ ഒരു സിൻഡ്രോമാണ് വാണ്ടർ വൂൺ സിൻഡ്രോം എന്നാണ് അറിയപ്പെടുന്നത്, വിച്ച് ഇസ് എൻ ഓട്ടോസോമൽ ഡോമിനൻറ്റ് ഡിസോർഡർ. അത് മാപ്പ് ചെയ്തിരിക്കുന്നത് ക്രോമസോം ഏതാണെന്ന് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. വാണ്ടർ വൂൺ സിൻഡ്രോം ഇസ് മാപ്പ് ടു ക്രോമസോം ലോക്കസ് 1q32. ആ പെർട്ടിക്കുലർ പിക്ചർ ഓഫ് ഫാദർ ആൻഡ് സൺ കാണിക്കുന്നത് ഹെറിഡിറ്ററി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ആ പിക്ചർ ഓർത്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത് ഓട്ടോസോമൽ ഡോമിനൻ്റ് ആയിട്ട് ഇൻഹെറിറ്റഡ് ആണ്. പേഷ്യൻറ്റിൻ്റെ ഫേസ് നോക്കുക, അവിടെ ക്ലെഫ് പലറ്റ് കാണാം, ക്ലെഫ് ലിപ്പ് കാണാം, ആൻഡ് യു ക്യാൻ സി ലിപ്പ് പിറ്റ്സും അവിടെ ആ കുട്ടിയുടെ ഫേസിൽ ലിപ്പ് പിറ്റ്സും വിസിബിൾ ആണ്. സോ റിമെമ്പർ ദ പിക്ക് റിമെമ്പർ ചെയ്യുക. ഡബിൾ ലിപ്പ് എന്ന് പറയുന്നത് ഫോൾഡ് ഓഫ് എക്സസ് ടിഷ്യൂ ഓൺ ദ ഇന്നർ മ്യൂക്കോസൽ ആസ്പെക്ട് ഓഫ് ദ ലിപ്പാണ്. മോസ്റ്റ്ലി അത് ഏത് ലിപ്പാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പർ ലിപ്പിലാണ് ഈ ഫോൾഡ് ഓഫ് ടിഷ്യൂ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഫസ്റ്റ് പിക്ചർ കണ്ടാൽ തന്നെ അറിയാം, അപ്പർ ലിപ്പിൽ പേഷ്യൻ്റെ മൗത്ത് ഓപ്പൺ ചെയ്യുമ്പോഴാണ് ആ ക്യൂപ്പിഡ്സ് ബോ പോലെ, അതായത് ഒരു അമ്പും വില്ലെന്ന് പറയില്ല, അതുപോലെ അമ്പും വില്ലും മാതിരി ക്യൂപ്പിഡ്സ് ബോ പോലെയാണ് അത് കാണപ്പെടുന്നത്. അത് പേഷ്യൻ്റ് സ്മൈൽ ചെയ്യുമ്പോൾ മാത്രമാണ് വിസിബിൾ, റെസ്റ്റ് പൊസിഷനിൽ അത് വിസിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ ഇത് മെയിനായിട്ട് കൺജനൈറ്റൽ ഓർ എക്വയർഡ് ആയിട്ട് വരാം. ഈ ഡബിൾ ലിപ്പ് ഏത് സിൻഡ്രോമായിട്ട് അസോസിയേറ്റഡ് ആണെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് ആസ്ക് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. അതാണ് ആഷേഴ്സ് സിൻഡ്രോം. അതാണ് ഞാൻ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. ആഷേഴ്സ് സിൻഡ്രോം, അതിൻ്റെ ഫീച്ചേഴ്സ് എക്വയർഡ് ആയിട്ടുള്ള ഡബിൾ ലിപ്പ് ആയിരിക്കും. നോൺ ടോക്സിക് തൈറോയ്ഡ് എൻലാർജ്മെൻറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ബ്ലിഫേറോ കെലാസിസ്. ഇപ്പോൾ എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്താണ് ബ്ലിഫേറോ കെലാസിസ് എന്നാണ്. അത് ടെക്സ്റ്റ് ബുക്കിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. അത് ബ്ലിഫേറോ കെലാസിസ് എന്ന് പറയുന്നത് റിക്കറിംഗ് എഡീമ ഓഫ് ദ അപ്പർ ഐ വിച്ച് ലീഡ്സ് ടു സാഗിങ് ഓഫ് ദ ലിഡ് അറ്റ് ദ ഔട്ടർ ക്യാൻത്തസ് ഓഫ് ദ ഐ ആണ്. അത് ബെറ്റർ ആയിട്ട് ആ പിക്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പർ ഐലിഡിൻ്റെ അവിടെ എഡീമ കാരണം അത് സാഗ് ചെയ്ത് കിടക്കുകയാണ്, താഴോട്ട് സാഗ് ചെയ്ത് കിടക്കുകയാണ്. അതിനെയാണ് ബ്ലിഫേറോ കെലാസിസ് എന്ന് പറയുക. സോ ഈ 3 ഫീച്ചേഴ്സ് റിമെമ്പർ, ഇറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ആഷേഴ്സ് സിൻഡ്രോം. ക്ലെഫ് ലിപ്പ് ആൻഡ് ക്ലെഫ് പാലറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസ് ചാപ്റ്ററിൽ. ക്ലെഫ് ലിപ്പ് ആൻഡ് ക്ലെഫ് പാലറ്റ് 2 തരത്തിലുണ്ട്. അതാണ് ഞാൻ ആ യെല്ലോ പോർഷനിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. CL⁻P ആൻഡ് CP. രണ്ടാമത്തെ CL⁻P, ആ ബാർ അവിടെ ഇരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്ത് ഓർ വിത്തൗട്ട് ക്ലെഫ് പാലറ്റിന് ഉദ്ദേശിക്കാനാണ്. ക്ലെഫ് ലിപ്പ് വിത്ത് ഓർ വിത്തൗട്ട് ക്ലെഫ് പാലറ്റ്. ആൻഡ് രണ്ടാമത്തെ ക്ലെഫ് പാലറ്റ് എലോൺ. ഇപ്പോൾ 2 തരത്തിലാണ് പേഷ്യൻസ് നമ്മുടെ മുന്നിൽ വരിക. ഒന്നെങ്കിൽ പേഷ്യൻറ്റിന് ക്ലെഫ് ലിപ്പ് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ക്ലെഫ് ലിപ്പ് വിത്ത് ക്ലെഫ് പാലറ്റ് ഉണ്ടാവായിരിക്കാം. ആൻഡ് തേർഡ് ടൈപ്പ് എന്ന് പറയുന്നത് ക്ലെഫ് പാലറ്റ് മാത്രമായിട്ടും പേഷ്യൻറ്റ് വരാം. ഇത് എത്ര പേഷ്യൻസിലാണ് ലൈവ് ബർത്തിലാണ് കണക്കാക്കിയിരിക്കുന്നതിലാണ് പ്രിഡോമിനൻസിനാണ്. പിന്നെ ഒരു 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എക്സാമിനേഴ്സ്. പ്രിഡോമിനൻസ് 1 in 500 to 1 in 2500 ലൈവ് ബർത്ത്.
ആ പിക്ക് ഞാൻ അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്ലെഫ് ലിപ്പ് ആൻഡ് ക്ലെഫ് പലറ്റ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ സബ് ഡിവിഷൻസ് ഉണ്ട്, ക്ലാസിഫിക്കേഷൻ ഉണ്ട് ഡീറ്റെയിൽ ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിന് മുന്നേ അതിൻ്റെ ഡെവലപ്മെൻറ്റ് ആൻഡ് അതുപോലെ തന്നെ അതിൻ്റെ പാർട്സ് അറിയണം നിങ്ങൾക്ക്. സോ ഫസ്റ്റ് പിക്ചർ കാണിക്കുന്നത് ഇൻ്റർമാക്സിലറി സെഗ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും പെലറ്റൈൻ പ്രോസസ് ഫ്യൂസ് ചെയ്യാൻ വരുന്നതാണ്. അത് 7th വീക്കിൽ ഓഫ് ജെസ്റ്റേഷൻ, അതായത് നമ്മുടെ കുട്ടി വയറ്റിലായിരിക്കുമ്പോൾ ജെസ്റ്റേഷൻ്റെ സമയത്ത് 8th വീക്ക് ആയിരിക്കുമ്പോൾ ഈ പെലറ്റൈൻ പ്രോസസ്സ് കുറച്ചും കൂടി അടുത്തേക്ക് വന്നു. അതുപോലെ തന്നെ ഇൻ്റർമാക്സിലറി സെഗ്മെൻറ്റും അടുത്തേക്ക് വന്നു. ആൻഡ് 10 വീക്സ് ആകുമ്പോൾ, അതായത് ഓൾമോസ്റ്റ് 3 months ഓഫ് ജെസ്റ്റേഷൻ, 3 months പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ആകുമ്പോഴേക്കും കുട്ടിയുടെ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി പലറ്റും സെക്കൻഡറി പലറ്റും പെലറ്റൈൻ റഫി അടക്കം കംപ്ലീറ്റഡ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരുമ്പോഴാണ് ക്ലെഫ് ലിപ്പ് ആൻഡ് ക്ലെഫ് പലറ്റ് സംഭവിക്കുന്നത്. നോട്ട് ചെയ്യുക പ്രൈമറി പലറ്റിൻ്റെ പൊസിഷനും അതുപോലെ തന്നെ സെക്കൻഡറി പലറ്റിൻ്റെ പൊസിഷനും. അപ്പോൾ തന്നെ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് പകുതി കിട്ടും. സോഫ്റ്റ് പലറ്റും ഹാർഡ് പലറ്റും പ്രൈമറി പലറ്റും എന്നൊക്കെ ടേംസ് ഞാൻ ഇനി അടുത്ത സ്ലൈഡിൽ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നെക്സ്റ്റ് ഇവിടെ പറയുന്നത് ക്ലെഫ്റ്റ് ഓഫ് പ്രൈമറി പലറ്റും ക്ലെഫ്റ്റ് ഓഫ് സെക്കൻഡറി പലറ്റും. ക്ലെഫ്റ്റ് ഓഫ് പ്രൈമറി പലറ്റ്, ക്ലെഫ്റ്റ് ഓഫ് സെക്കൻഡറി പലറ്റിൻ്റെ ഡിഗ്രിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് MCQസിൽ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രൈമറി പലറ്റ് എന്താ, സെക്കൻഡറി പലറ്റ് എന്താണെന്ന് പ്രീവിയസ് സ്ലൈഡിൽ നിങ്ങൾ കണ്ടു. അപ്പോൾ ക്ലെഫ്റ്റ് ഓഫ് പ്രൈമറി പലറ്റ്, അപ്പോൾ ആ പ്രൈമറി പലറ്റ് ഫ്യൂഷൻ്റെ പ്രോസസ്സ് ഞാൻ കാണിച്ചു തന്നില്ലേ 7 വീക്സും 8 വീക്സ് ഓഫ് ജെസ്റ്റേഷനിൽ. അപ്പോൾ അവിടെ വരുന്നൊരു ഡിസ്റ്റർബൻസ് മൂലം അതിൻ്റെ ഡിഗ്രി, അത് എത്രത്തോളം അവിടെ ഡിസ്റ്റർബൻസ് വന്നു അതിന് ബേസിസിൽ ആ പേഷ്യൻ്റ് എത്രത്തോളം അത് സൈഡ് ഇഫക്റ്റ് അതിനുണ്ടായി. അപ്പോൾ അത് ഡിഗ്രിയാണ് പറയുന്നത്. അത് ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു ചെറിയ ഡിസ്റ്റർബൻസ് ആണ് ആ ഡെവലപ്മെൻറ്റിൽ ഉണ്ടായിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് ക്ലെഫ്റ്റ് സ്ലൈറ്റ് നോച്ച് ഓൺ ദ ലിപ്പിൻ്റെ പോർഷനിൽ മാത്രം ചെറിയൊരു നോച്ച് മാത്രമായിട്ടായിരിക്കും വിസിബിൾ ആയിരിക്കുക കുട്ടി ജനിക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി കംപ്ലീറ്റ് ക്ലെഫ്റ്റ് ഓഫ് ദ പ്രൈമറി പലറ്റ്. ആ ഫ്രണ്ട് പോർഷൻ ഫുള്ളായിട്ട് അവിടെ ജോയിൻറ്റ് ഫ്യൂസ്ഡ് ആയിരിക്കില്ല പേഷ്യൻ്റ് ബർത്തിൻ്റെ സമയത്ത്. എന്നാൽ ക്ലെഫ്റ്റ് ഓഫ് സെക്കൻഡറി പലറ്റ് എത്രത്തോളം ഡിഗ്രി, അതായത് ഈ ഡിസ്റ്റർബൻസ് ഇൻ ഡെവലപ്മെൻറ്റ് വരുമ്പോൾ എത്രത്തോളം സെക്കൻഡറി പലറ്റിൽ ക്ലെഫ്റ്റ് വരാം. അത് മൈൽഡ് ആണെങ്കിൽ ബൈഫിഡ് യൂവില മാത്രമേ ഉണ്ടാവൂ ക്ലെഫ്റ്റായിട്ട്, അതായത് ഏറ്റവും ബാക്കിലെ പോർഷൻ യൂവില എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സോ ബൈഫിഡ് യൂവിലയായിട്ടാണ് കാണപ്പെടുക. വേറസ് ഡിഗ്രി മാക്സിമം എത്ര വരെ പോവാം, ക്ലെഫ്റ്റ് ഓഫ് ദ പലറ്റ് അപ് ടു ഇൻസിസീവ് ഫൊറാമൻ വരെ, ഫ്രണ്ട് പോർഷൻ വരെ. ഇൻസിസീവ് ഫൊറാമൻ ഫ്രണ്ടിലാണ് കിടക്കുന്നത്. അപ്പോൾ യൂവില ടു ഇൻസിസീവ് ഫൊറാമൻ വരെ ഡിഗ്രി ഓഫ് ക്ലെഫ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്. ഈ പിക്ചർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിഗ്രി ഓഫ് ക്ലെഫ്റ്റിംഗ് ആണ്. ഞാൻ പറഞ്ഞതുപോലെ ABCD ഡിഫറെൻറ്റ് ഡിഗ്രിയിൽ വരുന്ന ക്ലെഫ്റ്റിംഗ് ആണ്. ലിപ്പിൽ റീജിയനിൽ മാത്രമാണോ, അതോ ഫ്രണ്ടിൽ ഇൻസിസീവ് ഫൊറാമൻ വരെയാണോ, അതോ അപ് ടു യൂവില പോർഷൻ മാത്രമാണോ, അതോ കംപ്ലീറ്റ് ആയിട്ടുള്ള യൂവില ടു ഇൻസിസീവ് ഫൊറാമൻ വരെയാണോ. ഈ പിക്സ് നിങ്ങളെ കാണിക്കുന്നത് മാക്സിമം ഇത് റിക്കളക്ട് ചെയ്യാനുള്ള ചാൻസസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ പിക്കും കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതായത് ഫസ്റ്റ് സെക്ഷൻ കാണിക്കുന്നത് BBയുടെ ഔട്ടറിൽ എങ്ങനെയായിരിക്കും പേഷ്യനെ കാണാൻ വേണ്ടിയിട്ട് നോർമലായിട്ടുള്ള BB ഔട്ടർ വ്യൂ, അതുപോലെ തന്നെ ക്ലെഫ് ലിപ്പ് ഫ്രണ്ട് വ്യൂ എങ്ങനെയാണ്, ക്ലെഫ് ലിപ്പ് മാത്രമാണെങ്കിൽ അതുപോലെ തന്നെ ബൈലാറ്ററൽ ക്ലെഫ് ലിപ്പ്. കാരണം പ്രാക്ടിക്കലി ഓറിയൻ്റ് ആയിട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഡയഗ്രാമാറ്റിക് നീറ്റ് MDSന്. അപ്പോൾ അതുകൊണ്ട് ആണ് ഈ പിക്ചേഴ്സ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെക്കൻഡ് സെക്ഷൻ ഷോസ് നോർമൽ ആയിട്ടുള്ള ആൻറ്റീരിയർ മാക്സില ഫ്രം ഇൻസൈഡ് വ്യൂ ആണ്. സെക്കൻഡ് വൺ ക്ലെഫ് ലിപ്പ്, തേർഡ് വൺ ബൈലാറ്ററൽ ക്ലെഫ് ലിപ്പ്. ആൻഡ് തേർഡ് സെക്ഷനിൽ വരുന്നത് ക്ലെഫ് പലറ്റ് കാണാം, ക്ലെഫ് ലിപ്പ് വിത്ത് പാർഷ്യൽ പലറ്റ് ഇൻവോൾവ്മെൻറ്റ്. ആൻഡ് തേർഡ് വൺ ബൈലാറ്ററൽ ക്ലെഫ് ലിപ്പ് വിത്ത് ഫുൾ പലറ്റ് ഇൻവോൾവ്മെൻറ്റ്. ഈ സ്ലൈഡ് കാണിക്കുന്നത് മാക്സിമം ക്ലിനിക്കലി ഓറിയൻറ്റഡ് ആണ്. അതായത് ഈ പേഷ്യൻറ്റ് ക്ലെഫ് ലിപ്പ് ആൻഡ് പലറ്റുള്ള പേഷ്യൻസിൽ മോസ്റ്റ്ലി കണ്ടിട്ടുള്ളത് ലെഫ്റ്റ് സൈഡ് എഫക്റ്റഡ് ആയിട്ടാണ് മോസ്റ്റ്ലി ക്ലെഫ് ലിപ്പ് ആൻഡ് പലറ്റ് കണ്ടുവരുന്നത് ദാൻ റൈറ്റ് സൈഡ്. മിനിമൽ ഫോം ഓഫ് ക്ലെഫ്റ്റിംഗ് എന്താണെന്നാണ് പിന്നെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് യൂവിലേനെ മാത്രം എഫക്റ്റ് ചെയ്യുന്ന ക്ലെഫ്റ്റിംഗ് ആണ് മിനിമൽ ഫോം ഓഫ് ക്ലെഫ്റ്റിംഗ് എന്ന് പറയാം. എന്നാൽ സിവിയർ ഫോം ഓഫ് ക്ലെഫ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചാൽ സോഫ്റ്റ് പലറ്റിനെ എഫക്റ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ് ക്ലെഫ് പലറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹാർഡ് പലറ്റ്, സോഫ്റ്റ് പലറ്റ് ആൻഡ് ക്ലെഫ്റ്റ് ഓഫ് യൂവില. മൂന്നും കമ്പൈൻ ചെയ്ത് വരുമ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് ക്ലെഫ് പലറ്റിനെ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് എത്ര ടൈമിലാണ്, എപ്പോഴാണ് ഈ ക്ലെഫ് ലിപ്പ് ആൻഡ് പലറ്റ് പേഷ്യൻസിന് ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നാണ് സർജറിയിലും ചോദിക്കാറുണ്ട്. ഇതേ ക്വസ്റ്റ്യൻ ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജറിയിൽ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഓറൽ പാത്തോളജിയിലും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്, കോമൺ ആണ്. അതായത് പേഷ്യൻസ് വിൽ ബി ഓപ്പറേറ്റഡ് ഫസ്റ്റ് ടൈം 1 month ഓൾഡ് ആയിരിക്കുമ്പോൾ, അതായത് ബർത്ത് കഴിഞ്ഞ് 1 month ഓൾഡ് ആയിരിക്കുമ്പോൾ. അല്ലാന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് ഈ കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ ഒരാഴ്ച വെയിറ്റ് കുറച്ച് കുറയും. അത് കഴിഞ്ഞിട്ടാണ് ഒരു 500 gram ഒക്കെ
മാക്സിമം 500 അല്ലെങ്കിൽ 700 ഗ്രാം വരെ കുറയും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുട്ടികൾ അതേ വെയിറ്റ് ഫീഡിങ്ങിൻ്റെ ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടികൾ പ്രോപ്പർ ആണെങ്കിൽ, ന്യൂട്രീഷൻ പ്രോപ്പർ ആണെങ്കിൽ പേഷ്യൻസ് അതേ ബർത്ത് വെയിറ്റിലേക്ക് തിരിച്ചു വരും. അതെല്ലാ കുട്ടികളും അങ്ങനെയാണ്, നോർമലാണ്. അപ്പോൾ ഇതേ BBC ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് ക്ലെഫ്റ്റ് പെലറ്റുള്ള പേഷ്യൻസും ഇതേപോലെ തന്നെ ബർത്ത് വെയിറ്റിൽ നിന്ന് കുറച്ച് ലൂസ് ചെയ്ത് പിന്നെ വീണ്ടും റീഗെയിൻ ചെയ്യുന്ന വരുവാണെന്ന് കണ്ടു കഴിഞ്ഞാൽ ആ 1 മന്ത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ദേ വിൽ ഓപ്പറേറ്റ്. ഇതിൻ്റെ വേറൊരു പ്രോബ്ലം എന്ന് പറയുന്നത് പേഷ്യൻസിന് റിഗർക്കിറ്റേഷൻ ഓഫ് ഫുഡ് ആൻഡ് ലിക്വിഡ് ത്രൂ നോസിക്കോടെ പോകാനുള്ള ചാൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പേഷ്യൻസിന് ഏത് ടൂത്തിൻ്റെ പോർഷനിലാണ് മോസ്റ്റ്ലി ക്ലെഫ്റ്റിംഗ് കാണുക എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബിറ്റ്വീൻ ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കെനൈൻ. ആൻഡ് ആ പെർട്ടിക്കുലർ പോർഷനിൽ ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കെനൈൻ്റെ പോർഷനിലെ ടൂത്ത് ഐദർ ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കെനൈൻ മൈറ്റ് ബി മിസ്സിംഗ് ആയിരിക്കാം, ഡിഫോംഡ് ആയിരിക്കാം, ഡിസ്പ്ലേസ്ഡ്, ഓർ ദേ ക്യാൻ ബി ഈവൻ ഡിവൈഡഡ് ഇൻ ടു സൂപ്പർ ന്യൂമറി ടൂത്ത് ആയിട്ടും ഡിവൈഡഡ് ആയിരിക്കാം. And the patients will have speech problem also accompanying along with it. മാക്സിമം പിക്ചറൽ റെപ്രസെൻറ്റേഷൻ ആണ് ടു മേക്ക് യു പീപ്പിൾ റിക്ലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വൺ ഷോസ് ക്ലെഫ്റ്റിംഗ് ഓഫ് യുവുല, സെക്കൻഡ് വൺ കാണിക്കുന്നത് ക്ലെഫ്റ്റിംഗ് ഓഫ് സോഫ്റ്റ് പെലറ്റ് ആണ്, തേർഡ് വൺ സി കാണിക്കുന്നത് ഇൻകംപ്ലീറ്റ് ഹാർഡ് പെലറ്റ്, ആൻഡ് ലാസ്റ്റ് വൺ കംപ്ലീറ്റ് ഹാർഡ് പെലറ്റ്, അതായത് യുവുല, ഹാർഡ് പെലറ്റ് ആസ് വെൽ ആസ് സോഫ്റ്റ് പെലറ്റ്. ഇനി അനദർ എൻറ്റൈറ്റി അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് മീഡിയൻ മാക്സിലറി ആൻറ്റീരിയർ ആൽവലർ ക്ലെഫ്റ്റ് ആണ്. ആ ഹെഡിങ് തന്നെ ക്ലിയർ ആണ് എല്ലാതും. മീഡിയൻ മീൻസ് സെൻറ്റർ, മിഡ് ലൈനിലാണ് ക്ലെഫ്റ്റ് വരുന്നത്, മാക്സിലറിയിലാണ് ക്ലെഫ്റ്റ് വരുന്നത്, ഫ്രണ്ട് പോർഷൻ ആൻറ്റീരിയറിലാണ് ക്ലെഫ്റ്റ് വരുന്നത്, ആൻഡ് ആൽവിയോളാർ, ഓക്കെ, അതായത് മാക്സിലറി ജോയിലാണ് ക്ലെഫ്റ്റ് വരുന്നത്. സോ ഇത് ഈ ക്ലെഫ്റ്റിംഗ്, ഈ മീഡിയൻ മാക്സിലറി ആൻറ്റീരിയർ ആൽവലർ ക്ലെഫ്റ്റ് കാണുന്നത് എത്ര ടൈപ്പ് ഓഫ് പോപ്പുലേഷൻ, 1% ഓഫ് പോപ്പുലേഷനാണ് കാണുക. And it is due to limitation of the growth of primary ossification centers on either side of the midline. രണ്ട് സൈഡിലും പ്രൈമറി ഓസിഫിക്കേഷൻ സെൻറ്റേഴ്സ് എന്നാൽ അത് പ്രോപ്പറായിട്ട് ഡെവലപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ കറക്റ്റ് മിഡിൽ തന്നെ ക്ലെഫ്റ്റിംഗ് വരുന്നത്. അല്ലെങ്കിൽ മോസ്റ്റ്ലി ലെഫ്റ്റ് സൈഡിലേക്കാണ് വരിക, ബിറ്റ്വീൻ ലാറ്ററൽ ഇൻസൈസർ ആൻഡ് കെനൈൻ. ആൻഡ് ഈ പെർട്ടിക്കുലർ ക്ലെഫ്റ്റിംഗ് ഒരു സിൻഡ്രോം ആയിട്ട് അസോസിയേറ്റഡ് ആണ്, ദ മിഡ് ലൈൻ ക്ലെഫ്റ്റിംഗ്, ദാറ്റ് ഇസ് മീഡിയൻ ക്ലെഫ്റ്റ് ഫേസ് സിൻഡ്രോം. അനദർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഫസ്റ്റ് ലിപ്പ് സർജറി. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു സർജറി ചെയ്യുന്നുണ്ട്, അത് ഫോർ ഫീഡിങ് പേർപ്പസസിനും അതുപോലെ തന്നെ ക്ലെഫ്റ്റ് പാലറ്റൽ ഏരിയയിൽ ചെയ്യുന്ന ഓപ്പറേഷനാണ് വെൻ പേഷ്യൻ്റ് ഇസ് 1 മന്ത് ആവുമ്പോൾ. എന്നാൽ ഫസ്റ്റ് ലിപ്പ് സർജറി എന്ന് പറയുന്നത് പേഷ്യൻ്റെ കോസ്മെറ്റിക്, അതായത് ഈസ്തെറ്റിക് ലുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സർജറിയാണ്. അത് കുട്ടികൾക്ക് ക്ലെഫ്റ്റ് ലിപ്പ് ആൻഡ് പാലറ്റ് പേഷ്യൻസിന് ചെയ്യുന്നത് 3 മന്ത്സ് ഓഫ് ഏജിലാണ്. 3 മന്ത്സ് ഓഫ് ഏജിൽ ഫോളോ ചെയ്യുന്ന റൂൾ ഓഫ് 10 ആണ്. ആൻഡ് കുട്ടി എത്ര വെയിറ്റ് വേണം, എത്ര ഹിമോഗ്ലോബിൻ വേണം, അതുപോലെ തന്നെ എത്ര വീക്സ് ആയിരിക്കണം. സോ 10 lbs ഓഫ് വെയിറ്റ് വേണം, 10 milligrams ഓഫ് ഹിമോഗ്ലോബിൻ വേണം അറ്റ്ലീസ്റ്റ്, ആൻഡ് ഏജ് 10 വീക്സ് ആയിരിക്കണം, അതായത് 3rd month ഓഫ്. Coming on to next one, cheilitis glandularis or actinic cheilitis. ആക്ടീനിക് ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം, അത് സൺ എക്സ്പോഷറുമായിട്ട് റിലേറ്റഡ് ആണ്. സോ അത് സൺ എക്സ്പോഷർ കൂടുതലുള്ള പോപ്പുലേഷൻ ഏതാണ്, ഫാമേഴ്സും അതുപോലെ തന്നെ സെയിലേഴ്സുമാണ്. അപ്പോൾ ഇറ്റ് ഈസ് അതർവൈസ് നോൺ ആസ് ഫാമേഴ്സ് ലിപ്പ് ഓർ സെയിലേഴ്സ് ലിപ്പ് ആണ്. ഈ പെർട്ടിക്കുലർ ഡിസീസിൽ ലോവർ ലിപ്പ് ബിക്കംസ് എൻലാർജ്ഡ്, ഫേം ആൻഡ് ഫൈനലി ഇവേർട്ടഡ്. ആ പിക്ക് 1 നോക്കുക, ആ ലോവർ ലിപ്പ് ഇവേർട്ടഡ് ആണ്, പുറത്തേക്ക് തള്ളി ആണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് ഉന്തി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക, ദർ വിൽ ബി ക്രോണിക് എക്സ്പോഷർ ടു സൺ, വിൻഡ് ആൻഡ് ഡസ്റ്റ് അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സൺ റേസ് ആർ ഹാംഫുൾ, UV റേഡിയേഷൻസ്. അപ്പോൾ there is a high chance, heightened risk of developing squamous cell carcinoma and actinic cheilitis from cheilitis glandularis. അതാണ് അതിൻ്റെ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ആൻഡ് മോസ്റ്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻ. cheilitis glandularis 3 ടൈപ്സ് ഉണ്ട്, അതായത് സിമ്പിൾ ടൈപ്പ്, സൂപ്പർഫിഷ്യൽ സുപ്പറേറ്റീവ് ടൈപ്പ് വിച്ച് ഇസ് അതർവൈസ് നോൺ ആസ് ബെയിൽസ് ഡിസീസ് എന്നറിയപ്പെടും, ആൻഡ് തേർഡ് വൺ ഡീപ്പ് സുപ്പറേറ്റീവ് ടൈപ്പാണ്. അപ്പോൾ ഇതിൽ സെക്കൻഡ് ആൻഡ് തേർഡ് വൺ അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ ആവശ്യമില്ല നമുക്ക് MCQക്ക്. സെക്കൻഡ് ആൻഡ് തേർഡ് വൺ, അതായത് സൂപ്പർഫിഷ്യൽ സുപ്പറേറ്റീവ് ടൈപ്പ് അത് ബെയിൽസ് ഡിസീസ്, ആൻഡ് തേർഡ് വൺ ഡീപ്പ് സുപ്പറേറ്റീവ് ടൈപ്പ്, രണ്ടുമാണ് പ്രീ മാലിഗ്നൻറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. പ്രീ മാലിഗ്നൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ ചാൻസ് ഫോർ ഡെവലപ്പിംഗ് ഇൻ ടു മാലിഗ്നൻസി, സ്ക്വാമസ് സെൽ ക്യാൻസറിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള 2 ടൈപ്സ് ഓഫ് cheilitis glandularis ആണ് സെക്കൻഡ് വൺ ആൻഡ് തേർഡ് വൺ. സോ ജസ്റ്റ് റിമെമ്പർ ബെയിൽസ് ഡിസീസ് ഒന്ന് ഓർക്കുക, അത് സെക്കൻഡ് ടൈപ്പ് ഓഫ് cheilitis glandularis ആണ്, സൂപ്പർഫിഷ്യൽ ടൈപ്പ്. cheilitis granulomatosa, that is Melkersson-Rosenthal syndrome. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. Melkersson-Rosenthal സിൻഡ്രോമിൻ്റെ 3 ഫീച്ചർ, ഏത് cheilitis granulomatosa റിലേറ്റഡ് ആയിട്ടുള്ള സിൻഡ്രോം ഏതാണ് ക്വസ്റ്റ്യൻ വരിക.
ആൻഡ് മെൽക്കസ് ആൻഡ് റോസെന്താൽ സിൻഡ്രോം ആണത്. മെൽക്കസ് ആൻഡ് റോസെന്താൽ സിൻഡ്രോമിൻ്റെ 3 ഫീച്ചേഴ്സ് എന്താ? കീലൈറ്റിസ് ഗ്രാനുലോമറ്റോസ, ഫേഷ്യൽ പാരാലിസിസ് ആൻഡ് ഫിഷർ ടങ്. അപ്പോൾ ഗ്രാനുലോമറ്റോസ എന്ന് പറയുന്നത് സ്വെല്ലിംഗ് ഓഫ് ദ ലിപ്സ് ആണ് ഡ്യൂ ടു ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ. അത് മോസ്റ്റ്ലി ലോവർ ലിപ്പിലാണ് കാണുക. അതായത് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ പിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. പിക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇത് മെൽക്കസ് ആൻഡ് റോസെന്താൽ സിൻഡ്രോമിൻ്റെ പിക്കാണ്. ഫസ്റ്റ് വൺ ഷോസ് ദ ലിപ്പ് കീലൈറ്റിസ് ഗ്രാനുലോമറ്റോസ ആസ് വെൽ ആസ് ദ ഫേഷ്യൽ പാരാലിസിസ് ഉണ്ട്. ആൻഡ് സെക്കൻഡ് പിക്ക് ഷോസ് എന്താണ്? ഫിഷർ ടങ്. ജസ്റ്റ് റിമെമ്പർ പിക്ക്. കമ്മിങ് ഓൺ ടു നെക്സ്റ്റ് ടോപ്പിക്, ദറ്റ് ഇസ് ഡെവലപ്മെൻറ്റൽ ഡിസ്റ്റർബൻസസ് ഓഫ് ഓറൽ മ്യൂക്കോസ. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന മെയിനായിട്ട് നീവസിനെ കുറിച്ചാണ്. അതായത് പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സെല്ലുലാർ നീവസ്. എല്ലാവർക്കും അറിയാം, മർഗ് നിങ്ങൾക്കറിയില്ലേ? മർഗ്. അപ്പോൾ അതായത് കോമൺ മോൾ മർഗ് അത് ടൈപ്പ് ഓഫ് സെല്ലുലാർ നീവസ് ആണ്. അപ്പോൾ ഈ നീവസ് എന്ന് പറയുന്നത് എന്താണ്? മെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞ സെൽസാണ് നമ്മുടെ സ്കിന്നിനും മ്യൂക്കോസയ്ക്കും എല്ലാം കളർ കൊടുക്കുന്നത്. ചിലർ ബ്രൗൺ ആയിരിക്കുന്നു, ചിലർ വൈറ്റ് ആയിരിക്കുന്നു. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് മെലാനിൻ പിഗ്മെൻറ്റേഷൻ. എത്രത്തോളം മെലനോസൈറ്റ്സ് മെലാനിൻ പിഗ്മെൻറ്റേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അതിൻ്റെ ബേസിസിലാണ് നമ്മളുടെ സ്കിന്നിൻ്റെ കളർ വേരിയേഷൻ വരുന്നത്. അപ്പോൾ ഈ മെലാനിൻ പിഗ്മെൻറ്റേഷൻ്റെ പ്രൊഡക്ഷനിൽ ഈ ഹെൽപ്പ് ചെയ്യുന്ന മെലനോസൈറ്റ്സിൻ്റെ ഒരു അബ്നോർമൽ സെൽ ഡെവലപ്മെൻ്റ് ആണ് നീവസ് സെൽസ് എന്ന് പറയുന്നത്. അതായത് അവർ അബ്നോർമൽ വേരിയൻറ്റ് ഓഫ് ദീസ് മെലനോസൈറ്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ നീവസ് സെൽസ് ഈ പെർട്ടിക്കുലർ അബ്നോർമലാണ് അവർ പ്രസൻറ്റ് ചെയ്യുന്നത്. ഈ എപ്പിത്തീലിയം ആൻഡ് കണക്റ്റീവ് ടിഷ്യൂ നമ്മുടെ സ്കിന്നിൽ നിന്ന് നമ്മളൊരു പോർഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കുകയാണെങ്കിൽ നമുക്ക് മേലത്തെ ഭാഗം എപ്പിത്തീലിയമായിട്ട് കാണാം, താഴത്തെ ഭാഗം കണക്റ്റീവ് ടിഷ്യൂ ആയിട്ട് കാണാം. കണക്റ്റീവ് ടിഷ്യൂവിലാണ് എന്ത് വരിക? മസിൽസും അതുപോലെ തന്നെ ബ്ലഡ് വെസൽസും എല്ലാം വരിക. ഈ പെർട്ടിക്കുലർ സ്കിന്നിലേക്ക് കൊടുക്കുന്ന ബ്ലഡ് സപ്ലൈ എല്ലാം കണക്റ്റീവ് ടിഷ്യൂ വരികയാണ്. അപ്പോൾ ഈ എപ്പിത്തീലിയം കണക്റ്റീവ് ടിഷ്യൂവിൽ നീവസ് സെൽസ് എവിടെയാണ് പ്രസൻ്റ് ആയിട്ട് വരുന്നത്? ഈ എബ്നോർമൽ ആയിട്ടുള്ള മെലാനിൻ കണ്ടൻ്റ് ഉള്ള ഈ നീവസ് സെൽസ് എവിടെയാണ് വരുന്നത്? അതിൻ്റെ ബേസിസിലാണ് ഇവരെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുള്ളത്: ജംഗ്ഷണൽ നീവസ്, കോമ്പൗണ്ട് നീവസ് ആൻഡ് ഇൻട്രാഡെർമൽ നീവസ്. അപ്പോൾ ജംഗ്ഷണൽ നീവസ് ദീസ് ആർ ലിമിറ്റഡ് ടു ബേസൽ ലെയർ. ബേസൽ ലെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ എപ്പിത്തീലിയം കണക്റ്റീവ് ടിഷ്യൂവിൽ എപ്പിത്തീലിയത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ലെയർ, അതാണ് ബേസൽ ലെയർ. ആ ബേസൽ ലെയറിലാണ് നീവസ് സെൽസ് കിടക്കുന്നതെങ്കിൽ അവർ ബൗണ്ടറിയിലല്ലേ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ജംഗ്ഷനിലാണ് കിടക്കുന്നവർ. അപ്പോൾ അതുകൊണ്ടാണ് ജംഗ്ഷണൽ നീവസ് എന്ന് വിളിക്കുന്നത്. And second one is compound nevus. These cells are in epidermis and dermis. Dermis എന്ന് ഉദ്ദേശിക്കുന്ന കണക്റ്റീവ് ടിഷ്യൂ തന്നെയാണ്. സോ ഈ കോമ്പൗണ്ട് നീവസിൽ ഈ നീവസ് സെൽസ് എപ്പിത്തീലിയത്തിലും ഉണ്ടാവും, അതുപോലെ തന്നെ താഴത്തെ കണക്റ്റീവ് ടിഷ്യൂവിലും ഉണ്ടാവും. ഇൻട്രാഡേർമൽ നീവസ്, ഇൻട്രാഡേർമൽ എന്ന് പറഞ്ഞാൽ അത് അവർ വിത്തിൻ കണക്റ്റീവ് ടിഷ്യൂ മാത്രം, അതായത് താഴത്തെ എപ്പിത്തീലിയത്തിലൊന്നും നീവസ് സെൽസ് ഇല്ല, കണക്റ്റീവ് ടിഷ്യൂവിൽ മാത്രമേ ഉള്ളൂ എങ്കിലാണ് അവരെ എന്ത് വിളിക്കുക? അവരെ ഇൻട്രാഡെർമൽ നീവസ് എന്ന് വിളിക്കാം. ഈ ഇൻട്രാഡെർമൽ നീവസിനെയാണ് നമ്മൾ കോമൺ മോൾ എന്ന് വിളിക്കുന്നത്, മർഗ്, കോമൺ മോൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഈ 3 ടൈപ്സിൽ വെച്ചിട്ട് ജംഗ്ഷണൽ നീവസിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്, ജംഗ്ഷണൽ നീവസ് കിടക്കുന്നത് എവിടെ? എപ്പിത്തീലിയത്തിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ ലെയർ, ബേസൽ ലെയർ അല്ലേ? അപ്പോൾ അവർക്കാണ് ഏറ്റവും കൂടുതൽ ഇത് അബ്നോർമലായിട്ടുള്ള സെൽസാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ അബ്നോർമലായിട്ടുള്ള സെൽസിന് മാലിഗ്നൻറ്റ് മെലനോമയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാനായിട്ട്, അതായത് ഇറ്റ്സ് എ സിവിയർ ഡിസീസാണ്. അപ്പോൾ ആ സിവിയർ ഫോമിലേക്ക് ഈ സെൽസ് സിവിയറിറ്റിയിലേക്ക് മാലിഗ്നൻറ്റ് മെലനോമയ്ക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നത് ജംഗ്ഷണൽ നീവസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. സോ ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതുപോലെ തന്നെ കോമൺ മോൾ ഏത് ടൈപ്പ് ഓഫ് നീവസ് എന്നും ചോദിക്കാറുണ്ട്, ഇൻട്രാഡെർമൽ നീവസ്. പിക്ചർ ഇട്ടിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ജംഗ്ഷണൽ നീവസ് ആണ് ഞാൻ പറഞ്ഞു, സിവിയറിറ്റി ഉണ്ടായാൽ മാലിഗ്നൻറ്റ് മെലനോമയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുക. അപ്പോൾ റിപ്പീറ്റഡായി പറയുന്നത് നിങ്ങൾക്കത് കൂടുതൽ നിങ്ങളുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കളക്ട് ചെയ്യാൻ പറ്റും. ജംഗ്ഷണൽ നീവസ് നിങ്ങൾക്ക് ആ പിക്ചറിൽ കാണാം. ദർ ഇസ് എൻ എപ്പിത്തീലിയം. നമ്മുടെ സ്കിന്ന് ഒരു കട്ട് പോർഷൻ എടുത്താൽ ഞാൻ പറഞ്ഞില്ലേ, മുകളിലൊരു എപ്പിത്തീലിയം ഉണ്ടാവും, താഴെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ഉണ്ടാവും മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാൽ. അപ്പോൾ ഒരു എപ്പിത്തീലിയം ഉണ്ട്. ആ എപ്പിത്തീലിയത്തിൻ്റെ ഏറ്റവും താഴത്തെ ലെയറിൽ ഒരു ബ്രൗൺ കളർ കാണുന്നില്ലേ നിങ്ങൾ? ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള പോർഷൻ ഞാൻ അവിടെ ആരോ മാർക്ക് കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയാണ് നീവസ് സെൽസ് ഉള്ളത്. നീവസ് സെൽസ് ആർ ഫൗണ്ട് എലോങ് ദ ബേസൽ ലെയർ ഓഫ് ദ എപ്പിത്തീലിയം. അപ്പോൾ അവർ ആ പെർട്ടിക്കുലർ ഏരിയയിൽ എബ്നോർമൽ സെൽസ് കിടക്കുമ്പോൾ അവിടുത്തെ അറേഞ്ച്മെൻ്റ് ഒന്ന് പെർട്ടിക്കുലർ മാറിയതായിട്ട് കാണാമല്ലേ? ആ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണ് വരുന്നത്? കണക്റ്റീവ് ടിഷ്യൂലേക്ക് ഒരു ബലൂൺ ഡ്രോപ്പ് ചെയ്ത് കിടക്കുന്ന മാതിരി ഇപ്പം താഴോട്ട് വീഴുന്നുള്ള ലെവലിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെയാണ് എബ്സ്ട്രോംഫങ് ഓർ ഡ്രോപ്പിംഗ് ഓഫ് ഇഫക്റ്റ് എന്ന് അറിയപ്പെടുക. കോമ്പൗണ്ട് നീവസ് ആ പിഗ്മെൻറ്റേഷൻ നോക്കുക നിങ്ങൾ, ആരോ മാർക്ക് ബേസൽ ലെയറും അതുപോലെ തന്നെ കണക്റ്റീവ് ടിഷ്യൂവിലും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. സോ 2 സ്ഥലത്തും എപ്പിത്തീലിയത്തിലും കണക്റ്റീവ് ടിഷ്യൂവിലും ഈ നീവസ് സെൽസ് ഉള്ളതുകൊണ്ടാണ് കോമ്പൗണ്ട് നീവസ് എന്നറിയപ്പെടുന്നത്. ഇൻട്രാഡെർമൽ നീവസ്
എൻറ്റയർലി ഇൻ ദ കണക്റ്റീവ് ടിഷ്യൂവിൽ മാത്രമായിരിക്കും. എപ്പിത്തീലിയത്തിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ മാത്രമേ ഈ പിക്ചറിൽ നിങ്ങൾ മുകളിൽ കാണുന്നുള്ളൂ. താഴെ കാണുന്ന ഇത് മുഴുവൻ കണക്റ്റീവ് ടിഷ്യൂ ആണ്. അപ്പോൾ ആ കണക്റ്റീവ് ടിഷ്യൂവിൽ മാത്രമാണ് ഈ നീവസ് സെൽസ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഇൻട്രാഡെർമൽ നീവസ് ആണ് കോമൺ മോഡ്. ഇനി കുറച്ച് വേരിയൻസ് ഉണ്ട് നീവസിൽ തന്നെ. അതാണ് ബ്ലൂ നീവസും ഇൻട്രാമ്യൂക്കോസൽ നീവസ് എല്ലാം. ഇൻട്രാമ്യൂക്കോസൽ നീവസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന മ്യൂക്കസ് ആണ്. അപ്പോൾ മോസ്റ്റ് കോമൺ മ്യൂക്കോസൽ ടൈപ്പ് ഇൻട്രാമ്യൂക്കോസൽ നീവസ് ആണ്. അതായത് കൂടുതലായിട്ട് കാണപ്പെടുന്ന ടൈപ്പ് ഓഫ് നീവസ് എന്ന് പറയപ്പെടുന്നത്, അതായത് സ്കിന്നിലും ഓറൽ ക്യാവിറ്റിയിലൊക്കെ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കാണുന്നത് ഇൻട്രാമ്യൂക്കോസൽ നീവസ് ആണ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് എന്നറിയപ്പെടുന്നത് ബ്ലൂ നീവസ് ആണ്. അത് PG ലെവലായിട്ടുള്ളതാണ് ബ്ലൂ നീവസ്. ഡീറ്റെയിൽ ആയി പഠിക്കണമെന്നില്ല, ബട്ട് ജസ്റ്റ് റിമെമ്പർ സെക്കൻഡ് മോസ്റ്റ് കോമൺ ടൈപ്പ് ബ്ലൂ നീവസ് ആണ്. ആൻഡ് നീവൈ ഓഫ് സ്കിൻ എന്ന് പറയുന്നത് 2 ടൈപ്സ് ആയിട്ട് നമുക്ക് തിരിക്കാം. സ്കിന്നിൽ കാണുന്ന നീവസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, സ്കിന്നിൽ ഓറൽ ക്യാവിറ്റിയിലല്ലാണ്ട്, അത് 2 തരത്തിലുണ്ട് ബേസ്ഡ് ഓൺ സൈസ്. ഒന്ന് സ്മോളർ സൈസ് 3 to 5 സെൻറ്റിമീറ്റർ മാത്രം, ഗ്രേറ്റർ ദാൻ 10 സെൻറ്റിമീറ്റർ ഡയമീറ്റർ സെക്കൻഡ് ടൈപ്പ്. സ്പിറ്റ്സ് നീവസ് ഇറ്റ്സ് എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് നീവസ്, എസ്പെഷ്യലി സീൻ ഇൻ ചിൽഡ്രൻ ആണ്. കുട്ടികളിൽ കാണുന്ന നീവസ് ആണ് സ്പിറ്റ്സ് നീവസ്. ആൻഡ് ഓറൽ നീവസ് കോമൺലി ഏത് പോർഷനിലാണ് കാണുന്നത്? ഓറൽ ക്യാവിറ്റിയിൽ നീവസ് വരികയാണെങ്കിൽ അത് എവിടെയാണ്? ഹാർഡ് പലറ്റിലാണോ, ബക്കൽ മ്യൂസിയിലാണോ, അതോ ടങ്കിലാണോ, അതോ ലിപ്സിലാണോ, അതായിരിക്കും ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഹാർഡ് പലറ്റ്. ഹാർഡ് പലറ്റിലാണ് നീവസ് കൂടുതലായിട്ട് കാണുക. അപ്പോൾ അതിൻ്റെ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ചോദിക്കും. ഹാർഡ് പലറ്റിൽ വേറെ എന്തൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും? സ്മോക്കേഴ്സ് മെലനോസിസ് കാണാൻ പറ്റും. അപ്പോൾ എങ്ങനെ നിങ്ങൾ ഈ സ്മോക്കേഴ്സ് മെലനോസിസും ഓറൽ നീവസും തമ്മിൽ തിരിക്കാൻ പറ്റും? അതായിരിക്കും അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ നീവസ് ആണെങ്കിൽ കുറച്ച് പൊങ്ങിയിട്ട് എലിവേറ്റഡ് ആയിരിക്കും. പക്ഷേ സ്മോക്കേഴ്സ് മെലനോസിസ്, അതായത് സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന പിഗ്മെൻറ്റേഷനാണ് സ്മോക്കേഴ്സ് മെലനോസിസ്, എലിവേറ്റഡ് ആയിരിക്കില്ല. അതാണ് ഡിഫറൻഷ്യലായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. അത് പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ആൻഡ് BK മോൾഡ് സിൻഡ്രോം, അതൊരു സിൻഡ്രോം ആണ് അസോസിയേറ്റ് വിത്ത് നീവസ്, ലാർജ് പിഗ്മെൻറ്റഡ് നീവ ആൻഡ് ഹൈ റിസ്ക് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് മെലനോമയാണ് BK മോൾഡ് സിൻഡ്രോം. അടുത്ത സ്ലൈഡിൽ ഞാൻ പിക്ചർ ഇട്ടിട്ടുണ്ട്. ദ പിക്ചർ കാണിക്കുന്നത് BK മോൾഡ് സിൻഡ്രോം ആണ്, ഹൈലി ഡെവലപ്പിംഗ് ഇൻ ടു മെലനോമ. ലേബിൾ ആൻഡ് ഓറൽ മെലനോട്ടിക് മെക്യൂൾ. ലേബിൾ മെലനോട്ടിക് മെക്യൂൾ ഉണ്ട്, ഓറൽ മെലനോട്ടിക് മെക്യൂളാണ്. ലേബിൾ എന്ന് പറയുന്നത് ലിപ്സിൻ്റെ പോർഷനിൽ വരുന്നത് മെലനോട്ടിക് മെക്യൂൾ. അതായത് ആ പിക്ചറിൽ കാണാൻ നിങ്ങൾക്ക് ഒരു സ്മോൾ സിംഗിൾ മൾട്ടിപ്പിൾ സ്മോൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ബ്രൗൺ ബ്ലാക്ക് എസിംപ്റ്റോമാറ്റിക് ലീഷനാണ്. അവിടെ ഒരു ചെറിയൊരു പോർഷനിൽ പിഗ്മെൻറ്റേഷൻ ഇല്ലേ, 5 mm ഓർ ലെസ് ഇൻ ഡയമീറ്റർ ആയിരിക്കും. അതിനെ ലേബിൾ മെലനോട്ടിക് മെക്യൂൾ എന്നാണ് വിളിക്കുന്നത്. പിക്ചർ കാണിക്കുന്നത് ഓറൽ മെലനോട്ടിക് മെക്യൂളാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഡിഫറെൻറ്റ് പോർഷൻസ്, ഹാർഡ് പലറ്റിൽ, അതുപോലെ തന്നെ ബക്കൽ മ്യൂക്കോസിൽ, അതുപോലെ തന്നെ മാൻഡിബിളിൽ നിങ്ങൾക്ക് ഓറലി കാണുന്ന പിഗ്മെൻറ്റേഷൻസ് ആണ്. അപ്പോൾ ഈ ഓറലി കാണുന്ന പിഗ്മെൻറ്റേഷൻസും അതുപോലെ തന്നെ നമ്മുടെ സ്മോക്കേഴ്സ് മെലനോസിസ് ഒക്കെ തമ്മിൽ എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുക ക്ലിനിക്കലി എന്ന് ചോദിക്കുകയാണെങ്കിൽ, നേരത്തെ ഞാൻ പറഞ്ഞു മോൾസ് എല്ലാവരും, മെക്യൂൾസ് എല്ലാവരും എലിവേറ്റഡ് ആയിരിക്കും. വെറസ് ഇൻ കേസ് ഓഫ് മെലനോസിസ് ഒക്കെ അത് എലിവേറ്റഡ് ആയിരിക്കില്ല. അടുത്ത ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഹെറിഡിറ്ററി ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് സിൻഡ്രോം, വിച്ച് ഇസ് അതർവൈസ് നോൺ ആസ് പ്യൂറ്റ്സ് ജെഗേഴ്സ് സിൻഡ്രോം. അതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്, ആ പിക്ചർ നോക്കുക നിങ്ങൾ, പിഗ്മെൻറ്റേഷൻ കാണുന്നില്ലേ? അപ്പോൾ മെലാനിൻ പിഗ്മെൻറ്റേഷനാണ് മെയിനായിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത സ്ലൈഡിൽ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ്, അതായത് ഇൻറ്റസ്റ്റൈനിൽ കുഞ്ഞു കുഞ്ഞ് പോളിപ്സ് ഉണ്ടാവും, കുഞ്ഞു കുഞ്ഞ് പോളിപ്സ് വിത്ത് മെലാനിൻ പിഗ്മെൻറ്റേഷൻ. അതാണ് പ്യൂറ്റ്സ് ജെഗർ സിൻഡ്രോം. അപ്പോൾ പിക്ക് ഓർത്ത് വയ്ക്കുക, മെലാനിൻ പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ ഇൻറ്റസ്റ്റൈനൽ പോളിപ്സും. പിന്നത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഈ ഹെറിഡിറ്ററി ആയിട്ട് വരുന്ന ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് സിൻഡ്രോം എങ്ങനെയാണ് ഹെറിഡിറ്ററി ആയിട്ട് വരുന്നത്? ഓട്ടോസോമൽ ഡോമിനൻ്റ് ആണ്. അപ്പോൾ മ്യൂട്ടേഷൻ ഓഫ് ഏത് ജീനാണ് ഇതിൽ സംഭവിക്കുന്നത്? STK2 ജീൻ, ദാറ്റ് ഇസ് സിറിൻ 309 കൈനേസ് 2 ആണ്. അത് ഏത് ബാൻഡിലാണ്? 19p13.3 ആണ്. അപ്പോൾ ഇതിലെ ഫീച്ചേഴ്സ് എന്താ? ജനറലൈസ്ഡ് ആയിട്ട് ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് ഉണ്ടാവും, അതുപോലെ തന്നെ പിഗ്മെൻറ്റഡ് സ്പോട്ട്സ് ആൻഡ് ഫേസ്, ഹാൻഡ്, ഓറൽ ക്യാവിറ്റിയിൽ എല്ലായിടത്തും പിഗ്മെൻറ്റഡ് സ്പോട്ട്സ് ഉണ്ടാവും. അപ്പോൾ ഈ പിഗ്മെൻറ്റേഷൻ 1 to 5 mm ഇൻ ഡയമീറ്ററേ ഉണ്ടാവാറുള്ളൂ മോസ്റ്റ്ലി. പിന്നെ എവിടെയൊക്കെ കാണപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. പിക്ചറിലേക്ക് നോക്കുക, നിങ്ങൾക്ക് ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് കാണാം. അതിൻ്റെ മെയിൻ ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പലതവണ. ഇൻറ്റസ്റ്റൈനൽ പോളിപ്പോസിസ് എന്തായിട്ടാണ് ഡെവലപ്പ് ചെയ്യാൻ ചാൻസ്? അത് ലേറ്റർ ഓൺ പേഷ്യൻസിന് കാർസിനോമയായിട്ട്, ഇത് ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ കാർസിനോമയായിട്ട് ഡെവലപ്പ് മാലിഗ്നന്റ് ചേഞ്ചസ് സംഭവിക്കാൻ ചാൻസ് വളരെ ഹൈ ആണ്. 4D's ഗ്രാന്യൂൾസ്, 4D's ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ 4D's ഡിസീസ് എന്ന് വിളിക്കും. ജസ്റ്റ് പിക്ചറിലേക്ക് നോക്കുക, ഇറ്റ് ഈസ് അപ്പിയറിംഗ് ആസ് സ്മോൾ യെല്ലോ സ്പോട്ട്സ്. ഇത് ക്ലിനിക്കലി പ്രാക്ടിക്കലി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ പിക്ക് കാണിച്ചിട്ട്, അല്ലെങ്കിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പിക്ക് വേണമെങ്കിൽ 4D's ഗ്രാന്യൂൾസിനെ നിങ്ങൾക്ക് കാണിക്കാം നീറ്റിന്, എന്നിട്ട് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും.
സോ ദീസ് ആർ യെല്ലോ സ്പോട്ട്സ്, എക്ടോപിക് കളക്ഷൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ യെല്ലോ സ്പോട്ട്സ്, സ്മോൾ യെല്ലോ സ്പോട്ട്സ് ആണെങ്കിൽ അത് എക്ടോപിക് കളക്ഷൻസ് ഓഫ് സെബേഷ്യസ് ഗ്ലാൻസിൻ്റെ ഒരു കളക്ഷനാണ് പർട്ടിക്കുലർ ഏരിയയിൽ, വിച്ച് ഇസ് നോൺ ആസ് ഫോർഡീസ് ഗ്രാന്യൂൾസ്. ഹെക്സ് ഡിസീസ്, ഹെക്സ് ഡിസീസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോക്കൽ എപ്പിത്തീലിയൽ ഹൈപ്പർപ്ലേസിയ. ഇത് HPV ഇൻഡ്യൂസ്ഡ് ആണ്. എന്താണ് HPV? HPV എന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ്, അതായത് ഒരു ടൈപ്പ് ഓഫ് വൈറസ് ആണ്. ഈ വൈറസ് മൂലം ഉണ്ടാവുന്ന ഗ്രോത്ത് അല്ലെങ്കിൽ എപ്പിത്തീലിയൽ ഹൈപ്പർപ്ലേസിയ പർട്ടിക്കുലർ ഏരിയയിൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഗ്രോത്ത് ആണ്, അത് തന്നെയാണ് ഹെക്സ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് HPV എന്നുള്ളതാണ് മെയിൻ ക്വസ്റ്റ്യൻ. 13 and 32. അപ്പോൾ 3 എന്ന് ഓർത്താൽ മതി. ഹെക്സ് ഡിസീസ് 13 and 32 വേരിയൻസ് ഓഫ് HPV ആണ് കോസ് ചെയ്യുന്നത്. പ്രൈമറിലി ചിൽഡ്രൻ, കുട്ടികളിലാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മെയിൻ അപ്പിയറൻസ് എങ്ങനെയാണ്, ക്ലിനിക്കൽ അപ്പിയറൻസ് എന്താണ്, ഏത് ഡിസീസായിട്ട് അസോസിയേറ്റഡ് എന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരെയാണ്. അങ്ങനെ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ഈ ലെഫ്റ്റ് സൈഡിൽ ഇട്ടിരിക്കുന്നത്, അതായത് കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടുള്ള പിക്ചറാണ്. എന്താണ് കോബിൾ സ്റ്റോൺ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആ പർട്ടിക്കുലർ അറേഞ്ച്മെൻറ്റിനെയാണ് കോബിൾ സ്റ്റോൺ അറേഞ്ച്മെൻറ്റ് എന്ന് വിളിക്കുക. അപ്പോൾ ആ കോബിൾ സ്റ്റോൺ അറേഞ്ച്മെൻറ്റ് പോലെയാണ് സെക്കൻഡ് പിക്കിൽ ക്ലിനിക്കലി ആ ഇമേജിൽ വരിക, അതായത് ആ ലീഷൻസ് അവിടെ അപ്പിയർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ കോബിൾ സ്റ്റോൺ അപ്പിയറൻസ് എന്ന് വിളിക്കുക, വിച്ച് ഇസ് സീൻ ഇൻ ഹെക്സ് ഡിസീസ്.